ത്രിയേക ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വന്യനായ റമ്പാച്ചൻ, സ്നേഹമുള്ള അച്ഛന്മാരെ, ഷമ്മാശൻ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഇന്നുമായിട്ടുണ്ട് പുണ്യ ആത്മാക്കളുടെ ഓർമ്മ ദിവസമാണ്. പരിശുദ്ധ സഭയെ മേയിച്ചു വരിച്ച് ദിവസന്നിധാനത്തിലേക്ക് കടന്നു പോയിരിക്കുന്ന രണ്ട് പുണ്യാത്മാക്കൾ, രണ്ടുപേരും ഒരേ ദേശക്കാർ, രണ്ടുപേരും നൂറ്റാണ്ടിന്റെ വ്യത്യാസമുണ്ടെന്ന് മാത്രം, കുടുംബപരമായും ബന്ധമുള്ളവരാണ്. അങ്ങനെയുള്ള രണ്ട് പിതാക്കന്മാരെ ഓർക്കുന്ന ദിവസമാണ്. അതില് ഇപ്പോൾ നമ്മിൽ നിന്ന് ഈ അടുത്ത കാലത്ത് കടന്നുപോയതാണ് നമ്മുടെ പരിശുദ്ധ ബാവാതിരുമേനി പൗലോസ് ദിദിയൻ ബാവ. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു നാട്ടിൻപുറത്തിന്റെ നിഷ്കളങ്കതയും പെരുമാറ്റവും സ്വഭാവവും ഒക്കെ കൂടിയായിട്ട് സഭയെ ഭരിച്ച് നടത്തിക്കൊണ്ടുപോയ, നൂറ്റാണ്ടിന് മുമ്പ് മരിച്ചുപോയതായ പിതാവ് പുലിക്കോട്ടിൽ ജോസഫ് ദേവനാസ് തിരുമേനി ഈ ആരാധന ആലയത്തിന്റെ തുടക്കക്കാരൻ. അങ്ങനെ രണ്ടുപേരെ ഓർക്കുന്ന ദിവസമാണ്. ഈ ആചാര്യന്മാരെയും ഒക്കെ ഓർക്കുമ്പോൾ പ്രധാനമായിട്ട് വായനയിലുള്ള താലന്തുകളുടെ വ്യാപാരമാണ്. പൗലോസ് ദിദിയൻബാവയെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എന്നാൽ ജോസഫ് മാർ ദേവനാസ് രണ്ടാമനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം കൈവയ്ക്കാത്തതായ മേഖലകളില്ല. നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ കാലത്താണ് 215 സ്കൂളുകൾ, അൽപ്പരം സ്കൂളുകൾ അദ്ദേഹത്തിന്റെ കൽപ്പനയനുസരിച്ച് പരുമൽ തിരുമേനിയൊക്കെ നേതൃത്വത്തിൽ സഭയിലുണ്ട്. അങ്ങനെയാണ് പള്ളിക്കൂടങ്ങൾ എന്ന പേര് പോലും വന്നത്. എല്ലാ പള്ളിയോടും ചേർന്ന് സ്കൂളുകൾ ഉണ്ടായിരിക്കണമെന്ന് കർശനമാക്കി. അതിൽ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നത് കാലക്രമത്തിലുണ്ടായ വിഷയമാണ്. നമ്മുടെ അങ്ങനെ പലതും നഷ്ടപ്പെട്ടു പോയ കൂട്ടത്തിൽ സ്കൂളുകളും നഷ്ടപ്പെട്ടു. വെട്ടിക്കലൊക്കെ ഉണ്ടായിരുന്ന സ്കൂൾ ഇന്നും ഉണ്ടത്, പക്ഷെ സഭയുടേതല്ലെന്നു മാത്രം. അങ്ങനെ പല സ്ഥലങ്ങളിലും അങ്ങനെയായിരുന്നു. 215 പരം സ്കൂളുകൾ ഉണ്ടായിരുന്നു അന്നെന്നുള്ളത് നാം പ്രത്യേകിച്ച് ഓർക്കണം. മാത്രമല്ല, കഴിവുള്ള ആൾക്കാരെ കണ്ടെത്തി, കഴിവുള്ളവർ എന്ന് പറയുന്നത് ദൈവഭയമുള്ളവരും കൂടിയാണ്. അല്ലാതെ സഭയ്ക്ക് തുരങ്കം വയ്ക്കുന്ന ആൾക്കാരെയല്ല, സ്വാർത്ഥ താല്പര്യക്കാരെയല്ല, അവനവനുസം കൊണ്ട് നടക്കുന്നവനെയല്ല. സഭയ്ക്ക് ഗുണപ്പെടുന്ന, കർത്തൃകാലത്തിന് ഗുണപ്പെടുന്ന ആൾക്കാരെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിച്ചിരുന്ന പിതാവാണ്. അങ്ങനെയാണ് ചാത്തുര്യത്തിൽ ഗീവർഗീസ് കോർപ്പസ് കോപ്പായെ ദേറാ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. വെട്ടിക്കൽ ദേറ ആദ്യമായിട്ട് അവിടെ തുടങ്ങിയത്. വെട്ടിക്കൽ ദേറ തുടങ്ങിയത് 10 നൂറ്റാണ്ട് മുമ്പാട്ടോ. അതുകൊണ്ട് അന്നല്ല തുടങ്ങിയത്. പക്ഷെ ദേറാ പ്രസ്ഥാനമായി തീർന്ന അദ്ദേഹത്തിന്റെ കാലത്ത് ഇതും ആ കൂട്ടത്തിൽ പെടുന്നത്. അങ്ങനെ പല സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കഴിവുള്ളവരെ കണ്ടെത്തുവാൻ, പിൻഗാമിയെ കണ്ടെത്തുവാനും ഒക്കെ അദ്ദേഹം ഉത്സുകനായിരുന്നു എന്നുള്ളത് നാം ഓർക്കണം. അതുപോലെ തന്നെയാണ് അനുരഞ്ജനത്തിന്റെ ആളായിരുന്നു. അതുകൊണ്ടാണ് ഈ മലങ്കര സഭ വാണിരുന്ന പിതാവ് പാത്രിക്കീസ് വന്ന് അതിനെ വിഭജിച്ച് ഏഴാക്കിയപ്പോൾ ഒരു ഭദ്രാസനത്തിന്റെ അധിപനായിപ്പോയി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര കുഞ്ഞായെന്ന്. എന്നിട്ടും അതിനകത്ത് പരിഭവമില്ല. മുടക്ക് വന്നിട്ടും പരിഭവമില്ലായിരുന്നു. അനുരഞ്ജനം സഭയിൽ വേണം, സഭ ഒന്നായി പോകണം. മറ്റു മത്രാച്ചന്മാരിൽ അദ്ദേഹത്തെ സഹായിച്ചു എന്നുള്ളത് വേറൊരു സംഗതി. അത്രമാത്രം സഭയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ താമരയെ കുറിച്ച് പറയത്തില്ലേ, വെള്ളം എത്ര പൊങ്ങുന്നുവോ അതിനെത്ര പൊങ്ങും, താഴുന്നുവോ അതിനനുസരിച്ച് താഴും. ഈ ഒരു ഷോക്ക് അബ്സോർവർ പോലെ പരിശുദ്ധാത്മാവിന്റെ കൃപയും അനുഗ്രഹവും ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർ ബലഹീനരല്ല. ക്ഷമിക്കുന്നത് ഒരു ബലഹീനതയായിട്ട് കാണുകയും ക്ഷമിക്കുന്നവന്റെ നെഞ്ചത്ത് കയറി ചക്ര ചവിട്ടുന്ന ആൾക്കാരെ ഇന്നത്തെ ലോകത്ത്. അത് അപകടമാണ്. ഇത് കാണുന്ന ദൈവം തമ്പുരാനുണ്ട് എന്ന് ഞാൻ നിങ്ങളും അറിയേണ്ടതാണ്. അപ്പം ശംഖുപൊടിഞ്ഞുള്ളതായ പ്രാർത്ഥനയായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്നാണ് ചരിത്രകാരൻ ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നത്. പരിശുദ്ധ പിതാവിനെ സംബന്ധിച്ച്, പിതാക്കന്മാരെ സംബന്ധിച്ച് അവർ ഒന്നാമതായിട്ട് തങ്ങളെ ഏൽപ്പിച്ചതായ താലന്ത് ഭംഗിയായി നിർവഹിച്ചവരാണ്. രണ്ടാമതായിട്ട് ഇന്നത്തെ വായനയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയമാണ്
കർത്താവ് തന്റെ 12 ശിഷ്യന്മാരെ അടുത്തിരുത്തി. 12-ൽ യൂദ പോയി കഴിഞ്ഞ് 11 പേരെ ഇരുത്തിക്കൊണ്ട് ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ യോഹന്നാൻ 17-ാം അധ്യായത്തിൽ അവിടെ കാണുന്ന 2 ഉറപ്പ് എനിക്കും നിങ്ങൾക്കും കൂടെയുള്ളതാണ്. അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? 15-ാം വാക്യത്തിൽ പറയുന്നു, പിതാവേ, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ പ്രശ്നവും പ്രതിസന്ധിയും എനിക്കും നിങ്ങൾക്കും ധാരാളമായിട്ടുണ്ടാവും. പ്രയത്നിക്കുന്നതിനനുസരിച്ച് പ്രതിസന്ധി ഉണ്ടാവും. ഒതുങ്ങിക്കൊടുക്കുന്നതിനനുസരിച്ച് നമ്മളെ ഒതുക്കി കൂട്ടാൻ ആൾക്കാരുണ്ടാവും. അവിടെ കർത്താവ് പറയുന്നത് എന്താണ്? കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ഞാൻ നിന്നോട് പറയുന്നത്, ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമെന്നത്രേ. കർത്താവിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നവർക്കുള്ള ഒരു ഉറപ്പാണത്. രണ്ടാമത്തെ ഉറപ്പ് 20-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ഇവർക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയോ? കർത്താവിന്റെ വാക്കുകൾ, വചനങ്ങൾ പിതാക്കന്മാരും ഋഹന്മാരും തന്നത് ഞാൻ പാലിക്കുന്നുവെങ്കിൽ, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർ പറയുമ്പോൾ ഞാനത് പാലിക്കുന്നുവെങ്കിൽ എന്റെ കർത്താവിന്റെ പ്രാർത്ഥന, ആ കഷ്ടാനുഭവത്തിന് മുമ്പുണ്ടായ പ്രാർത്ഥനയിൽ ഞാനുമുണ്ട്. നിങ്ങൾ പോയി പറയില്ലേ, ഈ പരുമലയ്ക്ക് പോരുന്നവർ ഞങ്ങളെയും കൂടെ ഓർത്തോളണമെന്ന്. എന്നോട് ഒത്തിരി പേര് പറയാറുണ്ട്, പരുമലയ്ക്ക് പോകും തിരുമേനി പ്രാർത്ഥിച്ചേക്കണം എന്ന് പറയുന്നത് പോലെ കർത്താവിന്റെ ആ പ്രാർത്ഥനയിൽ ഞാനും നിങ്ങളും ഉണ്ടെന്നുള്ള ഉറപ്പ് പൂർണ്ണമായി വിശ്വസിക്കേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞാൽ എൻ്റെ വാക്ക് ചുരുക്കുന്നതാണ്. അവിടെ നാം കാണേണ്ടത് കർത്താവിന്റെ പ്രാർത്ഥനയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ അറിയാമോ? കർത്താവേ, ഞാനും നീയും വിശുദ്ധരായിരിക്കും, ഇവരും നമ്മിൽ ഒന്നായിരിക്കേണ്ടതിനും വിശുദ്ധരായിരിക്കേണ്ടതിനും. അതുണ്ടോ എന്ന് നമ്മൾ ഓർക്കണം. അതുകൂടാതെ നമ്മുടെ കുർബാനയിൽ ചൊല്ലുന്ന 2 കാര്യങ്ങൾ ഞാൻ പറയാം. 5-ാമത്തെ തൊബിതിനെ ചൊല്ലുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിശിഹായെ ധരിച്ചവരായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഞാനും അച്ഛന്മാരും മെത്രാച്ചന്മാരും ഭാവിയും ഒക്കെ മിശിഹായെ ധരിച്ചവരാണെന്നുള്ള ബോധ്യം ഉള്ളിലുണ്ടെങ്കിൽ അത് അപകടമാണ്. മിശിഹായെ ധരിച്ചവരാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ശരിയാ, തിരുമേനിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ കൊള്ളാമെന്ന് വേണമെങ്കിൽ വാട്സപ്പിൽ ഇട്ടാൽ കൊള്ളാം. തീർന്നില്ല, അവിടെയും പിന്നെയും കുർബാനയിൽ വേറൊരു ഭാഗത്ത് പറയുന്നു, മാമോദിസ റൂഷ്മായാൽ നിന്നെ ധരിച്ചവരായ നിന്റെ ജനത്തെ നീ കാത്തുകൊള്ളണമേ. മാമോദിസയിൽ നിങ്ങൾ ധരിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. ആണോ എന്ന് നോക്കി പോയി പ്രാർത്ഥിക്കുക. മാത്രമല്ല, കർത്താവ് ഭൂമിയിൽ സദ്യയുടെ കാര്യം പറയുന്നുണ്ട്. കല്യാണ വസ്ത്രമില്ലാത്ത ഒരുത്തിനെ കണ്ടിട്ട് അവനെ പുറത്ത് അന്ധകാരത്തിലേക്ക് എടുത്തെറിയുവാൻ പറയുന്നുണ്ട്. മിശിഹായെ ധരിച്ചതിന്റെ മഹിമ എന്നിലും നിങ്ങളിലും ഉണ്ടോ എന്ന് ഓർക്കണം. ഞാൻ ദീർഘിപ്പിച്ച് ഒന്നുമേ പറയുന്നില്ല. ദൈവം തമ്പുരാൻ തന്റെ അദൃശ്യമായ വലുതർക്കരം നീട്ടി എന്നെയും നിങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.